ഹലോ നമസ്കാരം. രത്തു സ്റ്റോക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ളതാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളുകളും ക്ലബ്ബുകളും മറ്റ് സംഘടനകളും ഒക്കെ തന്നെ പ്രസംഗ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഒരുപക്ഷെ ഇത്തവണ ഓൺലൈനായിട്ടായിരിക്കാം ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അത്തരം പ്രസംഗ മത്സരങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും വേറെ വേറെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും ഇത് കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ലൈക്കുകളായും കമൻറ്റുകളായും ഷെയറുകളായും രേഖപ്പെടുത്തുക. സ്വാതന്ത്ര്യദിനം. ഏവർക്കും നമസ്കാരം. രാഷ്ട്രത്തിൻ്റെ മഹത്തായ ഒരു ദേശീയോത്സവം ആഘോഷിക്കുവാനാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം സ്വാതന്ത്ര്യദിനം എത്ര മഹത്തരമായ ആഘോഷമാണെന്നത്. നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവുമധികം പ്രാധാന്യമർഹിക്കുന്ന ദിനമാണിത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വർഷങ്ങൾ നീണ്ട കഠിന പരിശ്രമങ്ങളുടെ ഫലമായി സ്വാതന്ത്ര്യലബ്ധിയുണ്ടായ ദിവസം ആഗസ്റ്റ് 15-നാണ് എല്ലാ വർഷവും നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും സമാധാനവും തിരിച്ചുപിടിക്കാൻ തങ്ങളുടെ സുഖകരമായ ജീവിതം ബലിയർപ്പിച്ച അനേകം മഹാന്മാരായ ഭാരതീയ നേതാക്കന്മാരുണ്ട്. അവരുടെ ത്യാഗത്തിൻ്റെ ഫലമായാണ് ഭയമില്ലാതെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നമ്മൾ ഈ ആഘോഷത്തിന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഒരിക്കലും ആ കാലഘട്ടം എത്രമാത്രം രൂക്ഷമായിരുന്നുവെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലുമാവില്ല. നമ്മുടെ പൂർവികരുടെ വിലമതിക്കാനാകാത്ത പരിശ്രമങ്ങൾക്കും ബലിദാനങ്ങൾക്കും പകരം നൽകാൻ നമ്മുടെ പക്കൽ യാതൊന്നുമില്ല. ഇത്തരം ദേശീയോത്സവങ്ങൾ ആഘോഷിക്കുന്ന വേളയിൽ അവരുടെ പ്രവൃത്തികളോർത്ത് ഹൃദയത്തിൽ നിന്നൊരു പ്രണാമം നമുക്കർപ്പിക്കാം. 1947 ആഗസ്റ്റ് 15-നാണ് ഭാരതം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും മോചനം നേടിയത്. സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്തെ എല്ലാ അടിസ്ഥാന സ്വാതന്ത്ര്യ അവകാശങ്ങളും നമുക്ക് ലഭിച്ചു. ഒരു ഭാരതീയൻ എന്ന നിലയിൽ നാം ഏറെ അഭിമാനിക്കണം. ഭാരതത്തിൽ ജന്മം കൊണ്ടത് ഭാഗ്യമായി കരുതണം. ബ്രിട്ടീഷുകാരുടെ അതിക്രൂരമായ ഭരണത്തെക്കുറിച്ചും നമ്മുടെ പൂർവികർ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ഭാരതീയ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് ഒരിക്കലും ആ കാലഘട്ടത്തിലെ അവസ്ഥ നമുക്ക് സങ്കല്പിച്ചെടുക്കാനാവില്ല. അനേകം ആൾക്കാരുടെ ജീവൻ തന്നെ ബലിയർപ്പിച്ച് 1857 മുതൽ 1947 വരെയുള്ള നിരവധി ദശകങ്ങൾ നീണ്ടുനിന്ന പോരാട്ടങ്ങളുടെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയത് മംഗൾ പാണ്ഡെ എന്ന ഇന്ത്യൻ സൈനികനായിരുന്നു. പിന്നീട് ധാരാളം മഹാന്മാരായ സ്വാതന്ത്ര്യ സമര പോരാളികൾ മുന്നോട്ട് വന്നു. തങ്ങളുടെ ജീവിതം സ്വാതന്ത്ര്യലബ്ധിക്കായി ഒഴിഞ്ഞുവെച്ചു. മഹാത്മാഗാന്ധി, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റോയ്, ഭഗത് സിംഗ്, ഖുദിറാം ബോസ്, ചന്ദ്രശേഖർ ആസാദ് എന്നിവർ അവരിൽ മുൻനിരയിൽ ഉള്ളവരാണ്. ജീവിതാവസാനം വരെയും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി നിലകൊണ്ട നിരവധി രാജ്യസ്നേഹികളും ഇവിടെയുണ്ട്. നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് അവർ അനുഭവിച്ച യാതനകൾ. സ്വാതന്ത്ര്യം ലഭിച്ച അനവധി വർഷങ്ങൾക്കു ശേഷം ഇന്ന് നമ്മുടെ രാജ്യം ശരിയായ വികസന പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഭാരതം മാറിയിരിക്കുന്നു. അഹിംസയുടെയും സത്യാഗ്രഹത്തിൻ്റെയും ദിവ്യമാർഗങ്ങൾ നമുക്ക് ഉപദേശിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. അക്രമരാഹിത്യവും സമാധാനവും നിലകൊള്ളുന്ന ഒരു സ്വതന്ത്ര ഭാരതം അദ്ദേഹം സ്വപ്നം കണ്ടു. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന് പ്രശസ്തിയാർജിച്ച രാജ്യമാണ് നമ്മുടെ ഭാരതം. രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും മതേതരത്വത്തെയും പരീക്ഷിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾക്ക് ഐക്യത്തിലൂടെ ജനങ്ങൾ മറുപടി നൽകി. എല്ലാ ഭാരതീയരും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഈ പുണ്യദിനത്തിൽ
മഹത്തായ സ്വാതന്ത്ര്യ സമര സേവനങ്ങൾ നൽകിയ പോരാളികളെ നന്ദിയോടെ നമുക്ക് ഓർമ്മിക്കാം. എല്ലാ ഭാരതീയരുടെയും സഹകരണത്തിലൂടെയും ത്യാഗത്തിലൂടെയുമാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിൻ്റെ മൂല്യം മനസ്സിലാക്കി നമ്മളവരെ പ്രണമിക്കണം. കാരണം അവരാണ് ശരിയായ ദേശീയ താരങ്ങൾ. മതേതരത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങണം. ഒരിക്കലും രാജ്യത്തിൻ്റെ അഖണ്ഡത തകർക്കുവാൻ ആരെയും അനുവദിക്കരുത്. നമ്മുടെ രാജ്യം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും കായിക രംഗത്തും സാമ്പത്തിക രംഗത്തും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആണവശക്തിയുടെ കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തമായ സാന്നിധ്യമാണ് ഇന്ത്യ. ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ് എന്നിങ്ങനെ അന്തർദേശീയ കായികമേളകളിൽ നമ്മുടെ സജീവ സാന്നിധ്യമുണ്ട്. നാളെയുടെ പൗരന്മാരായ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വിദ്യാസമ്പന്നരായി കർത്തവ്യനിരതരായി രാജ്യത്തിൻ്റെ പുരോഗമനത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഇപ്പോൾ സത്യം ചെയ്യാം. ജയ് ഹിന്ദ്. Independence Day. Namaste all. Today we have gathered here to celebrate this great national event. As we all know that Independence Day is an auspicious occasion for all of us. India's Independence Day is the most important day to all the Indian citizens and has been mentioned forever in the history. It is a day when we got freedom from the British rule after many years of hard struggle by the great freedom fighters of India. We celebrate Independence Day every year on 15th of August to remember the first day of freedom of India, as well as remember great leaders who have sacrificed their lives in getting freedom for India. Long years ago, great Indian leaders made a tryst with the destiny to give us free and peaceful country by sacrificing their comfort of life. Today, we are gathered here to celebrate Independence Day without any fear and having happy face to just because of our brave forefathers. We cannot imagine that how the moment was critical at that time. We have nothing to give our forefathers in return for their precious hard work and sacrifices. We can only remember them and their deeds and make a hearty salute while celebrating the national events. They would always be in our hearts. After the independence, India got new birth with a happy face of all Indian citizens. India got independence on 15th of August in 1947 from the British rule. After the independence, we got all our fundamental rights in our own nation, our motherland. We all should feel proud to be an Indian and admire our fortune that we took birth on the land of an independent India. History of slave India reveals everything, that how our ancestors and forefathers had worked hard and suffered all the brutal behavior of Britishers. We cannot imagine by sitting here that how hard the independence was secured for India from the British rule. It took sacrifices of lives of many freedom fighters and several decades of struggle from 1857 to 1947. An Indian soldier, Mangal Pandey, in the British force had first raised his voice against Britishers for the independence of India. Later, several great freedom fighters had struggled and spent their whole life only for getting freedom. Some of the great freedom fighters of India are Mahatma Gandhi, Netaji Subhash Chandra Bose, Jawaharlal Nehru, Bal Gangadhar Tilak, Lala Lajpat Rai, Bhagat Singh, Khudiram Bose and Chandrasekhar Azad. They were famous patriots who struggled hard for the freedom of India till the end of their life. Now, after many years of independence, our country is on the right track of development. Today, our country is a well-established democratic country all over the world. Gandhiji was a great leader who taught us about effective way of freedom like ahimsa and satyagraha methods. Gandhi dreamed of an independent India with the non-violence and peace. It faces many incidents testing
is secularism. However, Indian people become always ready to answer with their unity. Today is the very significant day for all Indians, which we celebrate remembering sacrifices of great Indian leaders who had given their lives for the freedom and prosperity of the country. Freedom of India was possible because of the cooperation, sacrifice, and involvement of all the Indians. We should value and salute all the freedom fighters because they are the real national heroes. We should keep faith in secularism and never be separate to maintain the unity so that no one can break and rule again. Our country is developing very fast in the field of technology, education, sports, finance, and various other fields which are almost impossible before freedom. India is one of the countries rich in nuclear power. We are going ahead by actively participating in the sports like Olympics, Commonwealth Games, and Asian Games. We have full rights to choose our government and enjoy largest democracy in the world. We should take an oath today of being highly responsible and well-educated citizens of tomorrow India. We should sincerely perform our duty and do hard work to get the goal and successfully lead this democratic nation. Jai Hind, Jai Bharat.